ഇസ്രായേലിൻ്റെ നിലപാടെല്ലാം വ്യക്തമാണ്. പക്ഷേ അത് പ്രായോഗികമായി വളരെയേറെ ബുദ്ധിമുട്ടുള്ളതാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം ഈ ഹമാസിനെ നശിപ്പിക്കുക എന്നുള്ളത് കാലങ്ങളായി ഇസ്രായേൽ ലക്ഷ്യമിട്ടിട്ടുള്ള കാര്യമാണ്. പക്ഷേ ഏതൊക്കെ നേതാക്കളെ വധിക്കുന്നുവോ അപ്പോഴെല്ലാം കൂടുതൽ കരുത്തരായ നേതാക്കൾ ഉയർന്നു വരുന്നതാണ് നമ്മൾ ചരിത്രത്തിൽ കണ്ടിട്ടുള്ളത്. അഹമ്മദ് യാസീൻ മുതൽ അവിടെ നിന്നിങ്ങോട്ട് ഏറ്റവും ഒടുവിൽ ഇസ്മായിൽ ഹനിയയും അതേപോലെ തന്നെ യഹ്യ സിൻവാർ അടക്കമുള്ള നേതാക്കളെ മുഴുവൻ കൊലപ്പെടുത്തിയിട്ടും ഈ യുദ്ധം ഇപ്പോഴും നീണ്ടു നിൽക്കുന്നത് നമുക്കറിയാം അത് ഹമാസിൻ്റെ കരുത്തുകൊണ്ടാണ്. കാരണം ഹമാസ് എന്ന് പറയുന്നത് ഏതെങ്കിലും വ്യക്തികളല്ല, മറിച്ച് അതൊരു ആശയമാണ്. ആ ആശയം എന്ന് പറയുന്നത് കഴിഞ്ഞ 75 വർഷത്തിലേറെ കാലമായി ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്ന അധിനിവേശത്തിനും അതേപോലെ തന്നെ തങ്ങളുടെ സ്വന്തം നാടിന് നേരെ നടത്തിക്കൊണ്ടിരിക്കുന്ന അതിക്രമങ്ങൾക്കുമെതിരായിട്ടുള്ള ചെറുത്തുനിൽപ്പ്. ആ ചെറുത്തുനിൽപ്പിൻ്റെ ഇന്നത്തെ പേരാണ് ഹമാസ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായി എത്ര തന്നെ ആളുകളെ കൊലപ്പെടുത്തിയാലും എത്ര തന്നെ നേതാക്കളെ വധിച്ചു കഴിഞ്ഞാലും ആ ആശയം അവിടെ നിലനിൽക്കും. കാരണം 75 വർഷമായി ആ ജനത ജീവിക്കുന്നത് അവരുടെ ജനിച്ച നാടിൻ്റെ സ്വാതന്ത്ര്യത്തിനു വേണ്ടിയാണ്. ആ ജനിച്ച നാട്ടിൽ അധികാരത്തോടു കൂടിയും അതേപോലെ തന്നെ അഭിമാനത്തോടു കൂടിയും ജീവിക്കുക എന്ന ലക്ഷ്യത്തിനു വേണ്ടിയാണ്. അതിന് നേരെയുള്ള അതിക്രമങ്ങളും വംശഹത്യയും അതേപോലെ തന്നെ അധിനിവേശവും നിലനിൽക്കുന്ന എത്രത്തോളം കാലമുണ്ടോ ആ കാലമെല്ലാം ഹമാസ് എന്ന് പറയുന്ന ആ ചെറുത്തുനിൽപ്പിൻ്റെ ശബ്ദം അവിടെ ഉയർന്നു നിൽക്കും. അതുകൊണ്ട് ലക്ഷ്യം വളരെ ക്ലിയറാണ് എന്ന് പറയുമ്പോഴും ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഹമാസിനെ നശിപ്പിക്കുക എന്നുള്ള എഴുതി വെച്ച ഒരു ലക്ഷ്യം തന്നെ ഈ യുദ്ധത്തിനുണ്ട് എന്ന് പറയുമ്പോഴും അത് നടപ്പിലാകാൻ സാധ്യതയില്ല എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട സയൻറ്റിസ്റ്റ് ചിന്തകർ മാത്രമല്ല, നെതന്യാഹുവിൻ്റെ ചുറ്റുമുള്ള ആളുകൾ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു ഹമാസിനെ നശിപ്പിക്കുക എന്ന് പറയുന്നത് അത് സാധ്യമല്ല എന്ന് IDF-ൻ്റെ മുൻ മേധാവി പറഞ്ഞതാണ്. അതേപോലെ തന്നെ IDF-ൻ്റെ വക്താവ് പറഞ്ഞതാണ്. ഹമാസിനെ നശിപ്പിക്കുക എന്ന് പറയുന്നത് അസ്വാഭാവികമാണ്, അത് ഒട്ടും നടക്കാൻ സാധ്യതയില്ലാത്ത അപ്രായോഗികമായിട്ടുള്ള കാര്യമാണ് എന്നുള്ളത്. കാരണം ഇനി വളർന്നു വരുന്ന ഇപ്പോൾ ഈ യുദ്ധത്തിൻ്റെ കെടുതി അനുഭവിക്കുന്ന ഓരോ കുട്ടികളും അവർ ഹമാസിൻ്റെ ആശയം പേറിക്കൊണ്ടാണ് ഇപ്പോൾ ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു മൂവ്മെൻറ്റിനെ ഇല്ലാതെയാക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് ചില പ്രതീകങ്ങളെ നശിപ്പിക്കുക എന്നുള്ള കാര്യമാണ് കഴിഞ്ഞ കുറേ കാലമായി ഇസ്രായേൽ ചെയ്തുകൊണ്ടിരുന്നത്. അതിൻ്റെ ഭാഗമായി ഒക്ടോബർ 7-ന് ശേഷം നിരവധി ആളുകളെ വധിക്കാനുള്ള വലിയ ആസൂത്രണം നടന്നു. എല്ലാം വിജയം കാണുകയും ചെയ്തു. അതിൻ്റെ ഭാഗമായിട്ടായിരുന്നു ഇസ്മായിൽ ഹനിയെ ഇറാനിൽ വെച്ച് കൊലപ്പെടുത്തിയത്. അതേപോലെ തന്നെ പ്രമുഖനായ ഈ ഒക്ടോബർ 7 ആക്രമണത്തിൻ്റെ സൂത്രധാരൻ എന്ന് പറയുന്ന യഹ്യ സിൻവാറിനെ വധിക്കാൻ കഴിഞ്ഞു. അദ്ദേഹത്തിൻ്റെ സഹോദരൻ അതിനുശേഷം കടന്നു വന്നു. മുഹമ്മദ് സിൻവാറിനെ കൊലപ്പെടുത്താൻ സാധിച്ചു. മുഹമ്മദ് ലൊയ്ഫ് എന്ന് പറയുന്നത് കാലങ്ങളായി ഇസ്രായേലിന് നേരെയുള്ള ഹമാസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കുന്തമുനയായിരുന്നു. എല്ലാ കാര്യങ്ങളും ആസൂത്രണം ചെയ്തിരുന്ന അതേപോലെ തന്നെ സൈനിക നേതൃത്വം നൽകിയിരുന്ന വ്യക്തിയായിരുന്നു മുഹമ്മദ് ലൊയ്ഫ്. അദ്ദേഹത്തെ വധിച്ചു. അതേപോലെ തന്നെ മാധ്യമങ്ങളിലൂടെ അല്ലെങ്കിൽ അൽഖസാം ബ്രിഗേഡിൻ്റെ വക്താവായി ശബ്ദിച്ചുകൊണ്ടിരുന്ന വ്യക്തിയായിരുന്നു അബൂബൈദ. ആ അബൂബൈദയെയും കൊലപ്പെടുത്തിയെന്ന് ഇസ്രായേൽ പറയുന്നു. അങ്ങനെ നോക്കുകയാണെങ്കിൽ പ്രമുഖരായിട്ടുള്ള എല്ലാ മുഖങ്ങളെയും നശിപ്പിച്ചിട്ടും ഇന്നും ഹമാസ് അല്ലെങ്കിൽ ഗസയുടെ ജനത കീഴടങ്ങിയിട്ടില്ല. ഈ ആളുകളെല്ലാം കൊല ചെയ്യപ്പെട്ടു എന്ന് പറയുമ്പോഴും ഇപ്പോഴും ഗസ സിറ്റിയിൽ നിന്ന് ഇപ്പോൾ മാറിയിട്ടില്ല എങ്കിൽ അവരെല്ലാവരും കൊല ചെയ്യപ്പെടും എന്ന് പറയുമ്പോഴും ഈ ജനിച്ച മണ്ണിൽ തന്നെ ഞങ്ങൾ നിൽക്കുമെന്ന് പറയുന്ന ആയിരക്കണക്കിന് ആളുകൾ ഇപ്പോഴും ഗസ സിറ്റിയിൽ നിൽക്കുകയാണ്. അവർക്ക് മേൽ ബോംബുകൾ വീണുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ മരിക്കുകയാണെങ്കിൽ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ മരിക്കും. അത് ഗസ സിറ്റിയിൽ തന്നെ ആവട്ടെ, പിറന്ന മണ്ണിൽ തന്നെ ആവട്ടെ എന്ന് പറഞ്ഞു നിൽക്കുന്ന 10,000-ങ്ങളുള്ള ഒരു നാട്ടിലാണ് അവർ ഹമാസിനെ നശിപ്പിക്കുക എന്ന് പറയുന്ന അപ്രായോഗികമായിട്ടുള്ള ഒരു ചിന്താഗതിയുമായി അത്തരമൊരു നീക്കവുമായി മുന്നോട്ട് പോകുന്നത്. അത് ഒരിക്കലും വിജയിക്കാൻ സാധ്യതയില്ല. അത് നെതന്യാഹുവിനും അറിയാം. അതുകൊണ്ടാണ് ഈ തരത്തിലുള്ള വലിയ ആക്രമണങ്ങൾ മറ്റു പല മേഖലകളിലേക്ക് വികസിപ്പിക്കുന്നത്. ഹമാസിൽ മാത്രം കേന്ദ്രീകരിച്ചുകൊണ്ട് ഈ യുദ്ധത്തെ മുന്നോട്ട് കൊണ്ടുപോയാൽ ഇത് പെട്ടെന്ന് അവസാനിപ്പിക്കേണ്ടി വരും എന്നറിയുന്നത് കൊണ്ടാണ് ആദ്യം ഹിസ്ബുള്ളക്കെതിരെ നീങ്ങുന്നു, അതേപോലെ തന്നെ പിന്നീട് ഇറാനിലേക്ക് പോകുന്നു, സിറിയയിൽ ആക്രമണം നടത്തുന്നു, ഇറാഖിൽ ആക്രമണം നടത്തുന്നു, തുനീഷ്യയിൽ വരെ ആക്രമണം നടത്തി അങ്ങനെ ചുറ്റുമുള്ള രാജ്യങ്ങൾക്ക് മുഴുവൻ തീയിട്ടുകൊണ്ട് അതിൻ്റെ മുമ്പിൽ നിന്നുകൊണ്ട് നിൽക്കുന്ന ഒരു ഭ്രാന്തനായ ഒരു വ്യക്തിയെയാണ് നെതന്യാഹുവിനെ നമ്മൾ കാണുന്നത്. കാരണം സമാധാനത്തോടു കൂടിയാണ് ജീവിക്കുക എന്നുള്ളതാണ് ഇവരുടെ ലക്ഷ്യമെങ്കിൽ സ്വാഭാവികമായും ചെയ്യേണ്ടത് സമാധാനത്തിലുള്ള വഴികൾ കണ്ടെത്തുക എന്നുള്ളതാണ്. വീടിന് ചുറ്റുമുള്ള എല്ലാ വീടുകൾക്കും തീയിട്ട് സ്വന്തം വീട്ടിൽ സമാധാനത്തോടു കൂടി കിടന്നുറങ്ങാം എന്നാണ് നെതന്യാഹു വിചാരിക്കുന്നത് എങ്കിൽ സ്വാഭാവികമായും അദ്ദേഹം വലിയ മൗഢ്യത്തിലാണുള്ളത് എന്ന് നമുക്കറിയാം. ഇപ്പോൾ ഏതായിരുന്നാലും തീ കൊടുത്തിരിക്കുന്നത് GCCക്കാണ്. GCC എന്ന് പറയുന്നത് മറ്റു രാജ്യങ്ങളെ പോലെയല്ല, മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും പ്രധാനപ്പെട്ട ശക്തികളാണ്. അമേരിക്കക്കായിരുന്നാലും ഇസ്രായേലിനെ ആയിരുന്നാലും ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള രാജ്യങ്ങൾ കൂടിയാണ്
ഈ GCC രാഷ്ട്രങ്ങൾ. അതെ, ഇതിന്റെ പരിണിത ഫലം എന്താകുമെന്ന് അറിയേണ്ടിയിരിക്കുന്നു. സുഹൈൽ തുടരൂ. സുഹൈലിലേക്ക് മടങ്ങിയെത്താം ഒരു ഇടവേളയ്ക്ക് ശേഷം.